39കാരനായ ലിയോ മെസ്സി ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ലിയോ മെസ്സിയാണ് ഒന്നാം സ്ഥാനത്ത്. വെറും 2 മത്സരങ്ങൾ മാത്രം കഴിയുമ്പോൾ ഹാട്രിക് ഉൾപ്പെടെ 5 ഗോളുകളാണ് ലിയോ മെസ്സി നേടിയത്. അതും 39ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം. മെസ്സിയെക്കുറിച്ച് തന്നെയാണ് വേൾഡ് കപ്പ് മുഴുവൻ ചർച്ച ചെയ്യുന്നത്. പല ടീമുകളോടും മാധ്യമപ്രവർത്തകർ മെസ്സിയെക്കുറിച്ചും അർജന്റീനയെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ടീമുകളുടെ കാര്യത്തിൽ ഏഷ്യൻ വമ്പന്മാരായ ജപ്പാനും വേൾഡ് കപ്പിനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തോൽവി അറിയാതെ വമ്പൻ കുതിപ്പാണ് ജപ്പാൻ നടത്തുന്നത്. നെതർലാൻഡും സ്വീഡനും എല്ലാം അടങ്ങിയ ഗ്രൂപ്പിൽ നിന്ന് 5 പോയിന്റുമായി തോൽവി അറിയാതെ 2ാം സ്ഥാനക്കാരായവർ നോക്കൌട്ടിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. തോൽവി അറിയാതെയുള്ള ജപ്പാന്റെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. റൗണ്ട് ഓഫ് 32-ൽ ബ്രസീലാണ് ജപ്പാന്റെ എതിരാളികൾ. എന്നാൽ സ്വീഡനെതിരായുള്ള മത്സരത്തിന് മുന്നേ നടന്ന പ്രസ് കോൺഫറൻസിൽ ജപ്പാന്റെ പരിശീലകനായ മുറിയാസുവിനോടും മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. മെസ്സിയെ നേരിടേണ്ടി വന്നാൽ മെസ്സിയെ നിങ്ങൾ എങ്ങനെയാണ് തടയുക? ജപ്പാൻ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അസാധാരണ താരത്തെക്കുറിച്ച്, മറ്റൊരു ലെവലിലുള്ള താരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. മെസ്സിയെ തടയാനോ? ഞാൻ എന്ത് പറയാനാണ്? അത് ഓരോ പരിശീലകരും സ്വന്തം ചോദിക്കുന്ന ചോദ്യമാണ്. അയാളെ എങ്ങനെ തടയാമെന്ന് ഓരോ പരിശീലകന്മാരെയും ചിന്തിപ്പിക്കുന്ന ചോദ്യമാണിത്. മെസ്സിയെ തടയാൻ ഒരു വഴിയുമില്ല. ഇതുവരെ ഫുട്ബോൾ ലോകം മെസ്സിയെ തടയാൻ ഒരു വഴിയും കണ്ടെത്തിയിട്ടുമില്ല. ഈ അടുത്തൊന്നും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ നേരിടേണ്ടി വരില്ലെന്നാണ് എൻ്റെ വലിയ പ്രതീക്ഷ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതായത് ഈ അടുത്ത റൗണ്ടുകളിലൊന്നും അർജന്റീനയെ ലഭിക്കാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ജപ്പാൻ പരിശീലകനായ മുറിയാസു. ഏതായാലും മുറിയാസുവിന് കീഴിൽ മിന്നും പ്രകടനമാണ് ജപ്പാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൗണ്ട് ഓഫ് 32-ൽ ബ്രസീലാണ് എതിരാളികൾ. ബ്രസീലിനെ മറികടക്കാൻ ഏഷ്യൻ വമ്പന്മാർക്ക് സാധിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.